പൊതിച്ചോറ് വിതരണത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോകുന്നില്ല ഡിവൈഎഫ്ഐ. പതിവ് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം പുരോഗമിക്കുകയാണ്. അഞ്ജന സുകുമാരന്റെ റിപ്പോർട്ടിലേക്ക്. പൊതിച്ചോറ് വിതരണം സംബന്ധിച്ച വിവാദം ഉയരുന്നതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പൊതിച്ചോറ് വിതരണം നടക്കുകയാണ്. ഇതിനെതിരെ ഒരു പ്രതിഷേധ പൊതിച്ചോറ് വിതരണം എന്നുള്ള നിലയിലാണ് ജില്ലാ കമ്മിറ്റി ഇന്നിപ്പോൾ ഇവിടെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത്. ബേപ്പൂർ MLA മുഹമ്മദ് റിയാസും ഇതിനോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലെ വിവിധ അംഗങ്ങളും ഉണ്ട്. കായണ്ണ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണം നടക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചാണെങ്കിൽ മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജാണ്. ഒരുപാട് രോഗികളും കൂട്ടിയിരിപ്പുകാരും ഒക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് പലർക്കും ഈ ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ പല സംഘടനകളുടെയും ഇത്തരത്തിലുള്ള പൊതിച്ചോറ് വിതരണം അത് വലിയ ആശ്വാസമാണ്. വളരെയധികം ആളുകളാണ് ഇത്തരത്തിലുള്ള പൊതിച്ചോറ് വിതരണത്തെ ആശ്രയിക്കുന്നത്. അല്ല, ഇതൊക്കെ ചർച്ച ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഒരു സാമന്ത രാജാവിനെ പോലെ മന്ത്രി കണ്ട് പ്രഖ്യാപിക്കുകയല്ല. തടയും ചെറുക്കും എന്നൊക്കെ ആരോടെ ഈ പറയുന്നത്? ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനയോട് ജീവൻ നൽകാൻ തയ്യാറായി പ്രവർത്തിക്കുന്ന ആളുകൾ, പ്രവർത്തിക്കാൻ തയ്യാറായ ഒരു സംഘടനയോട് ചോറ് നൽകരുതെന്ന് പറഞ്ഞാൽ മന്ത്രി ചരിത്രം പഠിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം. സാമന്ത രാജാവാകരുത്. ചർച്ച ചെയ്യുക, ചർച്ചയിലൂടെ തീരുമാനിക്കുക. ഈ സംവിധാനത്തെ ആകെ ഇല്ലാതാക്കാനുള്ള ശ്രമം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമായി നടത്തുമ്പോൾ അത് ജനാധിപത്യമല്ല. രാഷ്ട്രീയ വിവാദം മാറ്റി നിർത്തിയാൽ ഒരുപാട് ആളുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിൽ തന്നെ വിവിധ മെഡിക്കൽ കോളേജ്, ജില്ലാ, താലൂക്ക് ആശുപത്രികൾ ഇവിടെയൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതിന്റെ ഭാഗമാവുകയും ഇതിനെ ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ വിവാദം മാറ്റി നിർത്തിയാൽ ഒരുപാട് ആളുകൾക്കാണ് ഇതൊരു ആശ്വാസമായി തീരുന്നത്.